Greetings in the name of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. It is wonderful to be back again with all of you. നിങ്ങൾ എല്ലാവരോടൊപ്പം വീണ്ടും ആയിരിക്കാനിടയായതിൽ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. And what a glorious worship, and thank you Ronak for leading us in prayer. Thank you Benny brother, Vinod brother, and all those who are leading us from different various locations. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമ്മളെ ലീഡ് ചെയ്തു. റോണക്ക് കൂടാതെ പ്രാർത്ഥനയിലും ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ബെന്നി ബ്രദറും വിനോദ് ബ്രദറും എല്ലാവരും ലീഡ് ചെയ്തു. നമ്മളെല്ലാവരും ആ മഹത്വപൂർണമായ ആരാധനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. I am still in quarantine waiting. Just now the reports have come. I was in quarantine, and today the quarantine is getting over. And Thomas brother is in quarantine in Wagatan. വാസ്തവത്തിൽ തങ്കു ബ്രദർ വിദേശത്ത് നിന്ന് വന്നത് നിമിത്തം ക്വാറന്റൈനിലായിരുന്നു. ഇന്നാണ് അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ വന്നത്. സോ ഇന്ന് വരെ ക്വാറന്റൈനിലാണ്. അതുപോലെ തോമസ് കുട്ടി ബ്രദർ ഞങ്ങളിവിടെ കെസിയ വന്നത് നിമിത്തം ക്വാറന്റൈനിലായിരുന്നു. അതിന്റെ റിപ്പോർട്ട് ലഭിച്ചു, നെഗറ്റീവാണ്. ഇനി ഞങ്ങൾക്ക് ഫ്രീ ആകാം. All of us, by the grace of God, we are negative. ദൈവകൃപയാൽ ഞങ്ങൾ എല്ലാവരും നെഗറ്റീവ്. ലോകത്തിന് നെഗറ്റീവും കർത്താവായ യേശുവിന് പോസിറ്റീവുമായി. And thank you all for joining us, and we have to adhere to all the government regulations. ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളേവരും ചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മള് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന എല്ലാ നിയമസംഹിതകളും ഈ പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. Government has said not to assemble more than 4 people, so we are not assembling anywhere. Even though we were not in quarantine, we would not have come to the studio because we would like to obey the government. ഇപ്പോൾ നമുക്കറിയാം, ഈ മാസം ഗവൺമെന്റ് 144 പ്രഖ്യാപിച്ച് 4 പേരിൽ അധികം കൂടാൻ പാടില്ല. സ്റ്റുഡിയോയിലും ഞങ്ങളത് പാലിക്കുകയാണ്. ഇനി അഥവാ ഇന്ന് വരാമായിരുന്നെങ്കിലും ഞങ്ങൾ സ്റ്റുഡിയോയിൽ വരാതെ തന്നെ അവിടെ ആള് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനേ ക്രമീകരിക്കത്തുണ്ടായിരുന്നു. Even the government has allowed 20 people for the worship. Heavenly Feast has decided that we are not going to assemble this month. ഈ മാസത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 20 പേർക്ക് കൂടാൻ അനുവാദമുണ്ടെങ്കിലും ഹെവൻലി ഫീസ്റ്റ് പൊതുവിൽ ഒരു തീരുമാനമെടുത്തു. ഈ മാസം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അധികാരികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഹെവൻലി ഫീസ്റ്റിന്റെ സഭകൾ ഈ മാസത്തെ കൂടെ കൂടുന്നില്ല. We have to use the face mask. We have to do safe distancing. We have to do all the regulation that the government has said, but our focus and our trust should be on Jesus for protection. നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് നമ്മുടെ മാസ്ക് ധരിക്കണം, കൈ കഴുകണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ പാലിക്കണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതുപോലെ അനുസരിക്കണം. അധികാരികൾ ദൈവത്താലാണ് ആക്കപ്പെട്ടത്. പക്ഷേ അപ്പോൾ തന്നെ നമ്മളുടെ പരിചയം, നമ്മുടെ പലകയുമായി നമ്മുടെ സുരക്ഷിതത്വത്തിന് നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിലാണ്. Now, the message which I started last Sunday has something to do with this. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരംഭിച്ച ആ സന്ദേശം ഈ പറഞ്ഞ കാര്യവുമായിട്ടും കൂടെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. Our trust and focus should be what Jesus has spoken to us and not what the world is trying to talk to us. നമ്മളുടെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കർത്താവ് എന്തു പറഞ്ഞു, വചനം എന്ത് സംസാരിക്കുന്നു എന്നുള്ളതായിരിക്കുന്നു. ലോകത്തിന്റെ വാക്കുകൾ ആയിരിക്കരുത് നമ്മളുടെ ശ്രദ്ധാകേന്ദ്രം. I remember in 1986 when AIDS was discovered, the news media said 1/3 of the world will be wiped out because of AIDS. 1980-കളിൽ എയ്ഡ്സ് രോഗം ലോകത്ത് പടരുവാൻ തുടങ്ങിയപ്പോൾ അന്ന് ലോകത്തിലെ ജ്ഞാനികളായ ആൾക്കാർ പറഞ്ഞു, ലോകത്തിന്റെ 1/3 എയ്ഡ്സ് വന്ന് മാറ്റപ്പെടും. അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? അതെ. There was a big phobia, fear. അന്നൊരു ഭയങ്കര ഒരു ജനത്തിനെല്ലാം വല്ലാത്തൊരു ഭയം ബാധിച്ചത്. ശരിയാ, എല്ലാവർക്കും എയ്ഡ്സ് ആവുമെന്ന്. And people became so conscious
of AIDS that they were afraid even to go near some person. അന്ന് ഓർക്കുന്നുണ്ട്, മാർക്കറ്റിലും ഒക്കെ ആൾക്കാരുടെ അടുത്തെങ്ങാനും പോയാൽ എയ്ഡ്സ് പകരുമോ എന്ന് വിചാരിച്ച് കൂട്ടങ്ങളിൽ പോകാൻ മനുഷ്യർ ഭയപ്പെട്ട ഒരു കാലം. They said 2/3 of Africa will be finished. മാത്രമല്ല, ആഫ്രിക്കയുടെ 2/3 ജനങ്ങൾ കാണത്തേ ഇല്ല, എയ്ഡ്സിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. It is 2020. Africa is still there. The world is still there. ഇപ്പോൾ 2020 ആഫ്രിക്കയും ലോകവും അതുപോലെ തന്നെ നിൽക്കുന്നു. ഞാൻ ഒരു വാക്കൂടെ കൂട്ടി പറഞ്ഞാൽ ജനസംഖ്യ കൂടിയതേ ഉള്ളൂ. Then came the SARS, then came the bird flu, then came many things, and there was a very big hype up about all this. അതിനുശേഷം സാർസ് വന്നു, മറ്റു പലവിധ വൈറൽ അറ്റാക്കുകൾ ലോകത്തിൽ വന്നു. അന്ന് ഭയങ്കരമായിട്ട് ഇതിനെ ഊതി പെരുപ്പിച്ച് ആവശ്യമില്ലാത്ത ഒരു ഭയം കൂടെ ലോകത്തുണ്ടാക്കി. And now it is corona. ഇപ്പോൾ ഇതാ കൊറോണ. Whatever it is, എന്തുമായിക്കൊള്ളട്ടെ ഇത്, today I know one thing. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. If the people say 1/3 will die, I am not on the 1/3, I am on the 2/3, because the promise of God is with me. ഞാന് ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ആ 3/1 കൂടെയല്ല, കാരണം 2/3 ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ ആ കൂടെയാണ്. I have more weight on my side because God is for me, and if God is for me, who can be against me? എനിക്കൊന്നും പേടിക്കാനില്ല. ഏറ്റവും വലിയ ശക്തി എന്റെ ഒരു വശത്തായി, എന്റെ കൂടെയാണ് നിൽക്കുന്നത്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാര്? That does not mean I don't have to be careful. I am obeying all the law, but in my heart I know that no plague can come near my dwelling. It's a promise from God. ഗവൺമെന്റ് പറയുന്നത് അനുസരിക്കണ്ട എന്നല്ല, അതെല്ലാം അനുസരിക്കും. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് എന്റെ ഏറ്റവും വലിയ സുരക്ഷ. അത് ഒരു ബാധയും എന്റെ കൂടാരത്തിനടുക്കില്ലെന്ന്. തങ്കു ബ്രദർ, ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ എന്റെ ഉള്ളിലേക്ക് വന്ന ഇതാണ്, ഏറ്റവും വലിയ സൈന്യ ബലമുള്ള രാജാവ് പറയാണ്, all these days something has been crossing my mind, that the most powerful king, he has said, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആർമീസ് എല്ലാം ഉള്ള രാജാവാണ്, a king with a lot of armies. അദ്ദേഹം പറയാണ്, യഹോവ എനിക്ക് ഷീൽഡ് ആണ്, സൈന്യബലം കൊണ്ട് രാജാവ് രക്ഷ പ്രാപിക്കുന്നില്ല. He is witnessing and saying that my army cannot save me, God is my shield. And that is the perspective every believer should have. ഇതായിരിക്കണം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്, ഏത് ഒരു പ്രതിസന്ധിയിലും ഉണ്ടാകേണ്ട കാഴ്ചപ്പാട്. We should have a balanced faith and wisdom. നമുക്ക് വിശ്വാസത്തിലും അതുപോലെ തന്നെ പരിജ്ഞാനത്തിലും ഒരു സന്തുലനം വേണം. You cannot drive a car by faith. വിശ്വാസത്താൽ കണ്ണടച്ച് കൈവിട്ട് നിങ്ങൾക്ക് കാർ ഓടിക്കാൻ പറ്റത്തില്ല. Just because I am a believer, I have faith that God will help me. I cannot go and drive a car without knowing how to drive the car. എനിക്ക് അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാതെ കർത്താവ് ഞാൻ വിശ്വാസത്താൽ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരു വിശ്വാസിയും ഓടിക്കാൻ പാടില്ല. അത് വിശ്വാസമല്ല. And that is why the Bible says that when the Holy Spirit comes and helps you, you will have a sound mind, balanced with faith and knowledge. അതുകൊണ്ടാണ് അവിടെ ദൈവവചനം പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിലാവുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് മൈൻഡ്, നിങ്ങൾക്ക് പരിജ്ഞാനം, മനസ്സ് സൗണ്ട് ആവും, ആരോഗ്യമുള്ളതായിത്തീരും. അപ്പോൾ സംഭവിക്കുക, നിങ്ങൾക്ക് ആത്മീയതയും ഭൗതികം തമ്മിലുള്ള ഒരു തുലനാവസ്ഥ, വിശ്വാസവും പരിജ്ഞാനവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പിടികിട്ടും. We are living in a world, but we are not entangled in the world. അപ്പോൾ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഭൗതിക ലോകത്ത് ജീവിക്കുന്നെങ്കിലും ഭൗതിക കാര്യങ്ങൾ അവയിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഈ ലോകക്കാരല്ല. Fear does not dominate us, faith dominates us. ഒരിക്കലും ഭയം നമ്മുടെ മേൽ വാഴരുത്, മറിച്ച് കർത്താവിലുള്ള ആശ്രയവും വിശ്വാസവും വേണം നമ്മളെ ഉള്ളിൽ വാഴുക. Let the world, the medical science, the TV reports say anything they want. We don't ignore them, but we don't believe them.
TV റിപ്പോർട്ടുകള്, ശാസ്ത്രം, ഇതെല്ലാം പല ഫാക്റ്റുകളും പറയട്ടെ. നമ്മൾ അതിനെ ഉടനെ അവഗണിച്ച് ഇതെല്ലാം മഠേത്തരമെന്ന് പറയില്ല. പക്ഷേ അവയ്ക്കെല്ലാം മുകളിൽ ദൈവ വാഗ്ദത്തങ്ങളിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അവര് ഭയം പറഞ്ഞാലും നമ്മൾ ഭയപ്പെടുന്നില്ല. Even the doctors, many of us have seen that when a patient is out of their control, out of medication, they will say, pray to God. ഡോക്ടർമാരെ തന്നെ ഒന്ന് നോക്കുക. ചില ചികിത്സകൾ അവർ ചെയ്ത ഒരു രോഗിയുടെ ചികിത്സ അവരുടെ പരിമിതികൾക്കപ്പുറത്ത് പോകുമ്പോൾ അവരും പറയും വീട്ടുകാരോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. Now, why don't we trust the same God from the beginning itself? അങ്ങനെയാണെങ്കിൽ എല്ലാം തീർന്നു കഴിഞ്ഞ് ഗുരുതരാവസ്ഥയിലെത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ജീവിതത്തിൽ ആ കർത്താവിൽ ആശ്രയിച്ചങ്ങ് പോയാൽ പോരെ. Unfortunately, even believers who say I love God don't trust God. പലപ്പോഴും നിർഭാഗ്യകരെന്ന് പറയട്ടെ, ഞങ്ങൾ ദൈവമക്കളാണെന്ന് പറയുന്ന വിശ്വാസികൾ പോലും അവരുടെ ഓരോ കാര്യത്തെ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയില്ല. They are trying to respond to their circumstances, their needs, or I would say they want to do the survival part more than the believing part. അവരുടെ ഒരു പ്രതിസന്ധി അങ്ങോട്ട് വരുമ്പോൾ മുമ്പിൽ കാണുന്നത് അവരിൽ അങ്ങോട്ട് ക്രിയ ചെയ്തിട്ട് അതങ്ങ് പറയുകയാണ്, എങ്ങനെങ്കിലും ഈ ലോകത്തൊന്ന് സർവൈവ് ചെയ്ത് പോകണം, അതിൽ പരം ദൈവത്തിന്റെ പദ്ധതികളൊക്കെ അവരെ കാണാൻ പറ്റുന്നില്ല. I am talking to all the ministers and everyone who is listening to me. Don't let your mind and your life be on a survival mode, be on an overcoming mode by the word of God. ഈ ലോകത്തിലെ ഒഴുക്കിനൊത്ത് എങ്ങനെങ്കിലും ഒന്ന് പൊങ്ങ വെള്ളത്തിൽ ഒഴുകി പോകുന്നത് പോലെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു ആത്മീയമല്ല, മറിച്ച് ലോകത്തിലെ ഏത് തിരമാലകളെയും അതിജീവിച്ച് അതിന്റെ മുകളിൽ വാണ് ജയകരമായി പോകുന്ന ഒരു ജീവിതമാണ് ക്രിസ്തുവിൽ നമുക്കുള്ളത്. And this is not a religion, it is practical. The Bible teaches us how we should handle every situation. ഇത് ഒരു അല്ല തന്നെ, മറിച്ച് ഈ ലോകത്തിലെ ഓരോ സാഹചര്യങ്ങളും എങ്ങനെ ക്രിസ്തുവിൽ നേരിടണമെന്ന് വളരെ പ്രായോഗികമായി പഠിപ്പിക്കുന്നതാണ് ദൈവവചനം. Yesterday I was in a Zoom meeting listening to one of the sales promotions. ഇന്നലെ ഒരു Zoom മീറ്റിംഗ് ബിസിനസ് പ്രൊമോഷനെ കുറിച്ചുള്ള ഒരു Zoom മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുകയായിരുന്നു. It is all the believers who are sitting there. അവിടെ എല്ലാ വിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു. And I was also listening. വിശ്വാസികളാണ് അതിനകത്ത് പങ്കെടുത്ത. ബിസിനസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഒരു സൂമാണ് ഞാനും പങ്കുകൊണ്ടുകൊണ്ടിരുന്നു. I was listening to the whole perspective. ആ ബിസിനസ് സംരംഭത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാടും അതിന്റെ ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. But the more I was hearing, I was getting grieved in my spirit. എന്നാൽ ആ ബിസിനസ് സംരംഭത്തെ കുറിച്ചും അവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ചും സംസാരിച്ചപ്പോൾ കേൾക്കും തോറും എന്റെ അകത്തൊരു വല്ലാഴിക വരാൻ. They were talking that this product will give you health, this product will give you money, this product, and they were talking more about product, health, money than that the main important thing was Jesus Christ. അവര് ഈ പ്രോഡക്റ്റിൽ കൊണ്ട് എന്റെ ആരോഗ്യം എങ്ങനെയാണ്, ഈ പ്രോഡക്റ്റ് ആണ് ആരോഗ്യം തരുന്നത്, ഈ പ്രോഡക്റ്റ് കൊണ്ട് പണം ഉണ്ടാക്കാം, ഈ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കേട്ടപ്പോൾ എന്റെ അകത്ത് എന്തോ ഒന്ന് സംഭവിക്കാൻ തുടങ്ങി. With all the pesticide and all the adulteration, we have survived this long because of the grace of God. ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ എന്തുമാത്രം പെസ്റ്റിസൈഡ്സും ഒക്കെ അടിച്ചതാ. പക്ഷേ കർത്താവിലുള്ള വിശ്വാസത്താൽ അതിനെ മുഴുവൻ അതിജീവിച്ച് ഇന്നുവരെയും നമ്മളായിരുന്നു. I believe one thing. ഒന്ന് എനിക്കറിയാം, if Jesus did not want a heaven without me and you, യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു സ്വർഗം വെടിഞ്ഞെങ്കിൽ, അഥവാ നിങ്ങളും ഞാനും ഇല്ലാത്തൊരു സ്വർഗം യേശുവിന് വേണ്ടായിരുന്നെങ്കിൽ, I don't want anything where there is no Jesus. ഈ ലോകത്ത് യേശു ഇല്ലാത്ത ഒരു കാര്യവും എനിക്കും വേണ്ട.
I don't want money without Jesus. I don't want authority where there is no Jesus. I don't want any comfort or anything where Jesus is not there. ഒരു കാര്യത്തിൽ യേശു ഇല്ലാത്തത് എത്ര മിന്നുന്നായാലും ഈ ലോകത്ത് എനിക്ക് വേണ്ട. അത് അധികാരമാകട്ടെ, അത് പണമാകട്ടെ, അത് സുഖസൗകര്യങ്ങളാകട്ടെ, അതിനകത്ത് യേശുവിന് വരാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കത് വേണ്ട. I don't want a place where Jesus cannot walk in. യേശു കർത്താവ് എന്റെ കൂടെ വരാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് എനിക്ക് പോവുകയേ വേണ്ട. ആമേൻ. Because Jesus is the prime focus, my prime attention. I know that I have taken the right decision to keep Jesus in front of everything. എന്തെന്നാൽ യേശു ക്രിസ്തുവാണ് എന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു. യേശു കർത്താവാണ്. ആ കർത്താവിനെ കൂടാതെ ഒന്നും എനിക്ക് വേണ്ട, അവൻ മാത്രം. And I always speak to myself, I always speak to Jesus. Jesus, I don't want to be in a place where you are not there. ഞാൻ എപ്പോഴും കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ, അങ്ങില്ലാത്തൊരു ഇടത്ത് എനിക്ക് ആകുകയേ വേണ്ട. ആമേൻ. And I can tell the Holy Spirit, I can tell Jesus, search my heart and see, it's full of you. എനിക്ക് കർത്താവിനോട് പറയാൻ പറ്റും, പരിശുദ്ധാത്മാവിനോട് ഞാൻ പറയും, കർത്താവേ, എല്ലാ ഹൃദയ രഹസ്യങ്ങളെയും തിരിച്ചറിയുന്ന കർത്താവേ, അങ്ങേക്കറിയാം എന്റെ ഹൃദയത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. ആമേൻ. And I can boldly say that because I kept Jesus as the focal point of my life, I have lost nothing in my life, I have only gained. മാത്രമല്ല, ഈ കർത്താവിനെ എന്റെ എല്ലാമാക്കി എന്റെ മുമ്പിൽ ഏറ്റവും എന്റെ പ്രധാന കാര്യമായി വെച്ചതുകൊണ്ട് എന്റെ അനുഭവം ഞാൻ പറയാം, എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. നന്മയല്ലാതെ ഒരു തിന്മയും എനിക്കുണ്ടായില്ല. The peace, the joy, the love that I have received and still receiving is something which I cannot compare beyond the comparison with my life when I was in the world without Jesus. ഈ ലോകത്തിൽ യേശു ഇല്ലാതെ ജീവിച്ച കാലത്തെ കാര്യങ്ങൾ, ഞാൻ ഇന്ന് ക്രിസ്തു നിമിത്തം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനം, സന്തോഷം, നന്മകൾ, ഇതൊന്നും ഞാൻ കർത്താവില്ലാത്ത കാലത്ത് ഈ ലോകത്തിന് എന്തൊക്കെ കണ്ടതാണ്. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് അന്നത്തേതുമായി തട്ടിച്ചാൽ അതൊന്നും ഒരു കണിക പോലുമില്ല. And so I want to encourage every believer, every man of God, every evangelist, everyone who is pursuing their life, let your focus be Christ and Christ alone. ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഏതൊരു ദൈവിക ശുശ്രൂഷകനും, ഒരു പാസ്റ്റർ, ഒരു ഇവാഞ്ചലിസ്റ്റ്, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രബിന്ദു, ശ്രദ്ധാകേന്ദ്രം യേശു മാത്രമായിരിക്കട്ടെ. Let us draw a line in our life where we should ask the Holy Spirit, help me that I don't cross over to the world, but I always will be sensitive to you. കർത്താവേ, അങ്ങനെ സഹായിക്കണമേ. ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് കുടുങ്ങിപ്പോകത്തക്കവണ്ണം എന്റെ കർത്താവിനെ വിട്ട്, കർത്താവിനോടുള്ള ഏകാഗ്രത വിട്ട് പോകുന്ന ഒന്നിലേക്ക് ഞാൻ പോകാതെ പരിശുദ്ധാത്മാവേ എന്നെ കൂടി സൂക്ഷിച്ചോളണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. And here is where our thought life is very important. ഇവിടെയാണ് നമ്മുടെ ചിന്താ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതിന്റെ വളരെ അത്യാവശ്യം. I can assuredly tell you, you cannot be tempted in anything which you don't think about. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോഹം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ. You cannot be tempted in anything which you are not thinking about. നിങ്ങൾ ചിന്തിക്കാത്ത ഒരു കാര്യത്തിലെ കുറിച്ച് നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകത്തില്ല. What you are thinking, your thought affects your situations. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ സാഹചര്യങ്ങളെ ബാധിക്കുന്നത്. And that is why Paul says that bad company corrupts your good habits. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ തെറ്റായ കൂട്ടായ്മ തെറ്റായ സ്വഭാവങ്ങൾ വരുത്തി തീർക്കും. What happens is Jesus is truly alive. അതിന്റെ കാര്യം പറഞ്ഞാൽ യേശു ക്രിസ്തു വാസ്തവമായി ജീവനോടിരിക്കുന്നു. In 1 Corinthians chapter 15 verse 1 to 7, he is emphasizing in 1 to 8 about the resurrected Jesus who is alive. 1 കൊരിന്ത്യർ 15 അധ്യായം എന്ന് പറയുന്നത്
കർത്താവായി പുനരുദ്ധരിക്കപ്പെട്ട കർത്താവിനെ കുറിച്ചും പുനരുദ്ധാനത്തെ കുറിച്ചുള്ള മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള അധ്യായമാണ്. അതിന്റെ 1 മുതൽ 7 വരെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആ കാര്യങ്ങളാണ് പറയുക. He says Jesus is truly alive, seen by Peter, seen by 500, seen by James, seen by the apostles, finally seen by me also. 1 കൊരിന്ത്യർ 15 അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അപ്പോസ്തലന്മാർക്കും മാത്രമല്ല 500-ലധികം പേർക്കും ഏറ്റവും ഒടുവിലായി എനിക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് പൗലോസ് ശ്ലീഹ പറയുക. And then he says, whatever I am today, I am because of the grace of God, verse 10. തുടർന്ന് കർത്താവിന്റെ വചനത്തിൽ താൻ തുടരുകയാണ് 10-ാം വാക്യത്തിൽ, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. And then he continues by saying that, yes, by grace I am saved. I am kept by grace, but I have to be very careful with the friendship I have. അവിടെ താഴോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, അതെ, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൃപയാല, ഞാൻ ഓരോ ദിവസവും സൂക്ഷിക്കപ്പെടുന്ന കൃപയാല. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കമ്പനി, ഞാൻ ആരുമായിട്ട് ഇടപഴകുന്നത് എന്ന് ഞാൻ സൂക്ഷിക്കണം. And that is why in verse 33 he says, evil company corrupts good habit. 33-ാം വാക്യം, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. അത് മലയാളത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ദുർഭാഷണം. Yeah, I know Jesus is alive. I know I love Jesus, but people whom I associate with might corrupt my good nature. അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതെ, യേശു ഉയർത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. പക്ഷെ ദുർഭാഷണത്താൽ, അവിടെ ഇംഗ്ലീഷിൽ ഈവിൾ കമ്പനി എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് പറയുന്ന ആൾക്കാരുമായിട്ടുള്ള കമ്പനി കൂടിയാൽ എന്റെ ഹാബിറ്റിനെ, എന്റെ സ്വഭാവത്തെ അത് ഹനിക്കുന്നു. That is why he says, do not be deceived. അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെടരുത് എന്നവിടെ പറയുന്നത്. We should never think that we are very strong. We are kept by grace with the help of the Holy Spirit. That is why we should avoid evil company which will corrupt the good nature God has given in us. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മളങ്ങ് അതിശക്തന്മാരാണ്, നമുക്കൊന്നും കുഴപ്പമോ സംഭവിക്കത്തില്ല. നോ, കർത്താവ് നമ്മളെ രക്ഷിച്ചെങ്കിലും കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവം നമ്മുടെ അകത്തെ മനുഷ്യനിൽ ഉണ്ടെങ്കിലും നമ്മൾ ഓർക്കുക, നമ്മുടെ ജഡത്തിൽ തെറ്റായ കാര്യങ്ങൾ കേൾക്കുവാൻ, തെറ്റായവരുമായി കമ്പനി കൂടിയാൽ അത് നമ്മളെ കറപ്റ്റ് ചെയ്യും. I am talking also about all the news which happens in the TV and the media. Example, COVID, fear and all those. It is trying to corrupt your mind, focusing on fear than the word of God. ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ടിവിയിൽ വരുന്ന ഈ കാലഘട്ടങ്ങളിലെ കോവിഡ് സംബന്ധിച്ചുള്ള വാർത്തകൾ അത് തന്നെ കേട്ട് നമ്മുടെ മനസ്സ് കറപ്റ്റായി പോവുകയാണ്, നമ്മുടെ മനസ്സ് മലീമസമാകുകയാണ്, ക്രിസ്തുവിലും അവന്റെ വചനത്തിലും കേന്ദ്രീകരിക്കുന്നതിന് പകരം. And that is why he starts by saying Jesus is alive. He says, I am laboring, but all that is by the grace of God. Then he says, do not be deceived. And finally he says in verse 57, thanks be to God who gives us victory through our Lord Jesus Christ. Therefore, my beloved brethren, be steadfast, immovable, always abounding in the work of the Lord, knowing that the labor is not in vain in the Lord. ആ അധ്യായം മുഴുവനായിട്ട് നമ്മൾ നോക്കിയാൽ അതിന്റെ തുടക്കത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു, അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് വരുമ്പോൾ പറയാണ്, ഞാൻ ആയിരിക്കുന്നത് ആ കർത്താവിന്റെ കൃപയാലാണ്, ഞാൻ സൂക്ഷിക്കപ്പെട്ടത് ആ കൃപയാലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടത് ആ കൃപയാലാണ്. എന്നാൽ വളരെ സൂക്ഷിച്ചുകൊള്ളുക, ദുഷിച്ച കമ്പനികളാൽ, ദുഷിച്ച കൂട്ടായ്മകളാൽ സദാചാരം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ അകത്ത് ലഭിച്ച ശ്രേഷ്ഠ സ്വഭാവം മലീമസപ്പെട്ടു പോകും. അത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുമ്പോൾ 57-58 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ
കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. We continuing our fellowship with the Holy Spirit, let us run a race for which God has called us. ആകയാൽ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും നിരന്തരമായ ഒരു കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് അവിടുത്തെ ശബ്ദം കേട്ട് നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം ജയകരമായി പൂർത്തീകരിക്കാം. The focus is Jesus. We are not performing something to please God, but we are on an assignment which God has given us. God is pleased with us. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓടുകയല്ല. ഇനി ഓട്ടം ഓടിച്ചു കാണിച്ച് നന്നായി ഓടുന്നുണ്ടെന്ന് കാണിക്കുവൊന്നും വേണ്ട. ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ ദൈവം നമ്മളിൽ പ്രസാദിച്ചു. പക്ഷെ നമ്മുടെ മുമ്പിൽ ഓടി തീർക്കുവാൻ വയ്ക്കപ്പെട്ട ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി ജയകരമായി നാം പൂർത്തീകരിക്കണം. God has saved us and we are already seated in heavenly places. ദൈവം നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല സ്വർഗസ്ഥലങ്ങളിൽ നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. We are already in heaven. നമ്മൾ ഇപ്പോൾ തന്നെ സ്വർഗസ്ഥലങ്ങളിലാണ്. But there is a life of abundance, life of reigning in righteousness and grace, which we miss if we continue in sin and in this life of pleasure. ഈ ലോകത്തിൽ പാപത്തിലും ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലും ഒരു വിശ്വാസി പോയാലുള്ള കുഴപ്പം, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വാഴ്ചയുള്ള ജയകരമായ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ജയകരമായി ഓടുന്ന ഒരു ജയകരമായ ജീവിതമാണിത്. അത് നമുക്ക് നഷ്ടപ്പെടും പാപത്തിനും ഈ ലോകത്തിലെ താണകാര്യങ്ങളിലേക്ക് പോയാൽ. We will become like natural men, missing out the supernatural life. നമുക്ക് സംഭവിക്കുന്നത് ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരെ പോലെ പ്രാകൃത ചിന്താഗതിയുള്ളവരായിട്ട് നമ്മൾ മാറും. ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രകൃത്യാതീതമായ സൂപ്പർ നാച്ചുറലായ വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് അത്ഭുതകരമായി വെച്ചിരിക്കുന്നു. Even though we say we love Jesus, even though we are spirit filled, we will talk like a natural man, respond like a natural man, where God had intended us to live a supernatural life with supernatural provision, with supernatural peace, with supernatural understanding. അങ്ങനെ നമ്മളെ താണ ഒരു ചിന്താഗതിയിലാകുമ്പോൾ അസൽ ഈ ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മൾ ചിന്തിക്കാനും കാര്യങ്ങളോട് പ്രതികരിക്കാനും വെറും സാധാരണ മനുഷ്യരായി നമ്മൾ മാറും. വാസ്തവത്തിൽ ക്രിസ്തുവിൽ ദൈവം നമുക്ക് വെച്ചത് അതിസാധാരണമായ സാധാരണമായ അത്ഭുതങ്ങൾ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവിക ചിന്താഗതികൾ. ആ നിലയിൽ വാഴുന്ന ഒരു ജീവിതം നമ്മളിവിടെ നയിക്കേണ്ടതിന് പകരം വെറും സാധാരണ പുറത്തുള്ള മനുഷ്യരെ പോലെ ചെറുതായി പോകും. And that is where it is called the hardness of our heart or the insensitivity to the Holy Spirit. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചല്ലോ. ഹൃദയ കാഠിന്യം ഉണ്ടാകുക അഥവാ ഹൃദയം കഠിനപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നും കേൾക്കാൻ നമ്മുടെ ഹൃദയം ലോലമായിരിക്കില്ല, അത് കഠിനപ്പെട്ടു പോകും. And that is why in Hebrews chapter 3 and verse 13 the Bible says, exhort brethren lest anyone of you with an evil heart, verse 12 and 13, today lest anyone of you be hardened through the deceitful or deception of sin. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 and 13 13-ാം വാക്യം, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. The word is partaker of Christ. അവിടെ ക്രിസ്തുവിൽ പങ്കാളിത്തം എന്നാണ് വചനം. Partaker of the same life that God has is in us. ആ ദൈവത്തിന്റെ ജീവൻ നമ്മളിലുണ്ട് ഇപ്പോൾ തന്നെ. ആ ജീവന്റെ ദൈവജീവന്റെ പങ്കുകാരാകുകയാണ്. And what happens is sin, when we live a life in sin, we become ignorant of the life of God in us. So when challenge comes, we respond to like people who are natural. നമ്മള് വീണ്ടും പാപത്തിലും ലോകത്തിന്റെ വിഷയാസക്തികളിലും കുടുങ്ങിപ്പോയാൽ നമ്മുടെ അകത്തിരിക്കുന്നവനാരാ?
നമ്മൾ ആരാന്നൊക്കെ മറന്നിട്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ വെറും ലോകക്കാരെ പോലാവും. നമ്മുടെ അകത്തുള്ള ദൈവികമായ ആ നിലവാരത്തിൽ ഇടപെടാൻ നമുക്ക് പറ്റാതെ. More and this is a part where sin comes. We know about it. Sin is very deceitful or deception. ഇവിടെയാണ് പാപം കടന്നു വന്ന് ആ ചതിയാൽ നമ്മളെ ചതിക്കുന്നു. And I know that there are many people who are talking about sin all the time. എനിക്കറിയാം ചില ആൾക്കാർ എപ്പോഴും പാപം 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 എന്നായി പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും പാപത്തെ കുറിച്ച് മാത്രം. But more dangerous is the deception of focusing your mind or considering the things of the world than becoming thankful to God for what he has given. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടത്തിയ വഴികൾക്ക് അത് നമ്മൾ മനസ്സിലാക്കി നന്ദി പറയുന്നതിന് പകരം ഈ ലോകത്തിലെ വിഷയങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് കുടുങ്ങിപ്പോയാൽ നമ്മൾ അവിടെ വഞ്ചിക്കപ്പെടുകയാണ്. This is more dangerous than sin. അത് പാപത്തെക്കാളും ഭീകരമാണ്. On one hand we say I love God. ഒരു വശത്ത് നമ്മൾ പറയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. And we say we are not like other sinners in the world. ഈ ലോകത്തിലെ മറ്റു പാപികളെ പോലെ ഒന്നുമല്ല ഞാനെന്നൊക്കെ നമ്മൾ പറയും. But our focus is on the worldly thing. അപ്പോൾ തന്നെ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലോകപ്രകാരമുള്ള കാര്യങ്ങളായി പോകാൻ സാധ്യതയുണ്ട്. The Bible says in the book of Mark, മർക്കോസിന്റെ സുവിശേഷത്തിൽ വചനം ഇപ്രകാരം പറയുന്നു. And in chapter 16 and verse 14. മർക്കോസ് 16-14 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. And he appeared to the 11 as they sat on the table and rebuked their unbelief and the hardness of heart, because they did not believe those who had seen him after he had risen. പിന്നത്തേതിൽ 17 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. Now these are the wonderful apostles. They did not go and commit a sin. They did not do anything nonsense. But their heart was so hardened that even after walking with Jesus, seeing the miracles, signs and wonders, when he is alive and seated right in front of them, they don't believe. ഇവിടെ ഈ ശിഷ്യന്മാര് വേറെ ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും പാപം ചെയ്യാൻ പോവോ, ലോകത്തിലെ വിഷയാസക്തികളിൽ പോയതോ ഒന്നുമല്ല. യേശു ശാസിക്കാൻ കാരണം താൻ അവരുടെ കൂടെ 3.5 കൊല്ലം ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നെ കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റാതെ അവരുടെ ഹൃദയം കഠിനമായി പോയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പല പാപത്തെക്കാൾ യേശു അവിടെ ശാസിച്ചത് ഹൃദയകാഠിന്യമായ പാപത്തെയാണ്. Here it is unbelief. ഇവിടെ അവിശ്വാസമാണ്. How did unbelief come in? എങ്ങനെയാണ് ഈ അവിശ്വാസം ഉള്ളിൽ കയറിക്കൂടിയത്? Why are they not believing in the risen Jesus who is sitting right in front of him? അവരുടെ തൊട്ടു മുമ്പിലുള്ള ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ എന്തുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല? Why are they not trusting him who gave bread to them, who walked on the sea, who opened the eyes of the blind? Why are they not trusting him who is sitting right in front of them? അവർക്ക് അപ്പം നൽകിയ, അവരെ കടലിന് മുകളിൽ കൂടെ നടക്കുമാറാക്കിയ, കുരുടന്റെ കണ്ണ് തുറന്ന, മരിച്ചവരെ ഉയർപ്പിച്ചവനായ ആ യേശു അവരുടെ തൊട്ട് കൺമുന്നിൽ നിന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? Why did Jesus have to rebuke their unbelief because of the hardness of heart? എന്തുകൊണ്ട് അവരുടെ അവിശ്വാസത്തെ കർത്താവിനെ ശാസിക്കേണ്ടി വന്നു? അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം. A sinner, I'll tell you, a sinner usually has in his mind a sense of Father, I am a sinner, please have forgiveness. But on the other side, a believer who thinks I love God, who thinks I can do everything, I am very perfect, he becomes more hard-hearted than a sinner. പലപ്പോഴും ഈ ലോകപ്രകാരം ഒരു പാപിയായി പാപങ്ങളിൽ പോയി കുടുങ്ങിയവൻ എപ്പോഴും അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ ദൈവമേ എന്നൊരു ചിന്താഗതി വരാം. എന്നാൽ പലപ്പോഴും വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിയാതെ അവരെക്കാൾ വലിയ ഹൃദയകാഠിന്യത്തിൽ കുടുങ്ങാം. Why? Because of unbelief. എന്തുകൊണ്ട്? അവിശ്വാസം നിമിത്തം.
How did unbelief come? എങ്ങനെയാണ് ഈ അവിശ്വാസം കയറി കൂടിയത്? I am a born again believer. ഞാനൊരു വീണ്ടും ജനിച്ച വിശ്വാസിയാണ്. I have the Holy Spirit in me. എന്നിൽ പരിശുദ്ധാത്മാഭിഷേകമുണ്ട്. Yet my focus is on the circumstance, or I give value more to my friends, to what I hear and see, than the word of God. എന്ത് സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ, എന്റെ കൂട്ടുകാർ പറയുന്നതും എന്റെ കൺമുന്നിൽ ഞാൻ കാണുന്നതും അതിന് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുകയാണ് തിരുവചനത്തിൽ പറഞ്ഞതിനേക്കാൾ. And that is why when Jesus came walking on the sea, when the disciples were crying for help, അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കടലിന്മേൽ നടന്നു വന്നപ്പോൾ ഈ ശിഷ്യന്മാരെ ആകെ വിഷമിക്കുകയാണ്. Because the Bible says in Mark 6:52, they did not understand the miracle. They forgot the miracle of the loaves because their heart were hardened. നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ഈ ശിഷ്യന്മാരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അവരാ വള്ളത്തിൽ കയറിയപ്പോൾ അവരുടെ ഹൃദയകാഠിന്യത്തിൽ അവര് വിഷമിച്ചു എന്ന് നമ്മൾ വായിക്കും. They forgot the miracle of the loaves. കർത്താവായ യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം ചില സമയങ്ങൾക്ക് അവർ മറന്നുപോയിരിക്കുന്നു. Because of their hardness of heart. അത് അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു. Why? Their focus became the wind and the storm. എന്തുകൊണ്ടാണ് അവരുടെ ശ്രദ്ധ ആ കാറ്റിലെയും കൊടുങ്കാറ്റിലേക്കും അപ്പോൾ കണ്ട കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. And the same is happening to these disciples. In their mind, Jesus would not be crucified. In their mind, Jesus will become king. But the contrary has happened. Their focus was different than what they had expected. ഇത് തന്നെയാണ് ക്രൂശീകരണ സമയത്ത് സംഭവിച്ചത്. അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. അവരുടെ ശ്രദ്ധ മറ്റൊരു രീതിയിലായിരുന്നു കർത്താവിന് സംഭവിക്കാൻ പോകുന്നത്. പെട്ടെന്ന് അവിശ്വാസവും ഹൃദയകാഠിന്യവും അവരെ ബാധിക്കുക. And that is why they cannot even expect to happen. അതുകൊണ്ട് ഒരിക്കലും യേശു കർത്താവിന് ഇങ്ങനെ ഒരു ക്രൂശീകരണം, മരണം സംഭവിക്കുന്നവർക്ക് വിദൂര ചിന്തയിൽ പോലും അവർക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല. And here is a very big lesson for you and me. ഇവിടെയാണ് എനിക്ക് നിങ്ങൾക്കും വലിയൊരു പാഠം ഉണ്ടാകേണ്ടത്. That we should always be thankful for what God has done in our life. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്നയോളം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾക്ക് നാം ദൈവത്തിന് നന്ദി പറയണം. Every day morning when I wake up, ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, and before even I get out of my bed, I sit down for might be 3 minutes or 5 minutes and recount every miracle that God did. From where did I start? Where do I stand today? ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിന് താഴോട്ട് കാല് വെക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ 3 മിനിറ്റ് ആയിരിക്കും, അല്ലെ 5 മിനിറ്റ് ആയിരിക്കും, ഇരുന്നു കൊണ്ട് ഇന്ന് വരെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, വിടുതലുകൾ ഒന്ന് ഓർക്കും. I will thank God, and then I know when I am thanking God, every challenge of that day is already under my feet. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം വിടുവിച്ച വഴികൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ ആ ദിവസം, ഞാൻ തുടങ്ങുന്ന ദിവസം സ്റ്റെപ്പ് വെക്കുന്ന അവിടെ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടോ, എന്നെ നടത്തിയ കർത്താവിന്റെ ആ ഒരു ചിന്താഗതിയിൽ ഞാൻ നടക്കുമ്പോൾ അന്നന്നത്തെ പ്രതിസന്ധികൾ കാൽക്കീഴ്. That is why the Bible says, today when you hear, do not let your heart be hardened. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. Jesus always wants you to live today. യേശു കർത്താവ് എപ്പോഴും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇന്നത്തെ ദിവസം ജീവിക്കുക എന്നുള്ളതാണ്. Many believers are living in yesterday and tomorrow. പല വിശ്വാസികളും ജീവിക്കുന്നത് ഇന്നലകളിലും നാളുകളിലുമാണ്. But Jesus is a God of now and today. എന്നാൽ യേശു ഇപ്പോഴത്തെ കർത്താവാണ്, ഇന്നിന്റെ കർത്താവാണ്. And he is the same yesterday, today and forever, but he wants you to live today. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പക്ഷെ നിങ്ങളെയും എന്നെയും കർത്താവ് ആഗ്രഹിക്കും ഇന്ന് ഇപ്പോൾ നടത്തും, അതൊന്ന് ജീവിച്ചേ.
Today you thank God. Today you glorify God. Today you say thank you, Jesus, for all the miracles. I'll tell you, thanksgiving is not for God, it is for you and me. ഇന്ന് നിങ്ങൾ ഒന്ന് നന്ദി പറഞ്ഞേ. ഇന്ന് വരെ കൊണ്ടുവന്ന അത്ഭുത വഴികൾ ഓർത്തൊന്ന് സ്തുതിച്ച്. നമ്മൾ ഈ സ്തുതിക്കുന്നതും നന്ദി പറയുന്നതും ദൈവത്തിനൊന്നും കിട്ടുവാൻ വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. As you thank God today, I can assure you, you will become someone who will turn around and tell the devil, mind your business. He who brought me here is going to take me forward also. ഓരോ ദിവസവും നന്ദി പറയുമ്പോൾ നമ്മൾ ജയാളികളാവുകയാണ്. കാരണം ആ പുതിയ ദിവസം പ്രതിസന്ധികളുമായി പിശാച് വരുമ്പോൾ പറയും, പിശാചെ നീ കളിക്കണ്ട, ഇതിലും വലിയ വിഷയങ്ങളിൽ എന്റെ ദൈവം തന്റെ കയ്യിൽ വഹിച്ചെന്നെ ഇവിടം വരെ കൊണ്ടുവന്നതാണ്. And that is why, in the book of Hebrews, the Bible says, if those believers or the men of faith would have thought of what they had left was better, they would have gone back. But in them, they saw something greater in the future. അതുകൊണ്ടാണ് അവിടെ എബ്രായ ലേഖനം തുടർന്ന് പറയുമ്പോൾ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാണ്, പഴയ നിയമ വിശുദ്ധന്മാരുടെ ആ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിട്ട് പറയാണ്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ അവർ മടങ്ങിപ്പോകാൻ ഇടമുണ്ടായിരുന്നു. എന്നാൽ അതിലേക്കല്ല അവർ നോക്കിയത്, അവരോ ഏറ്റവും നല്ലതൊന്ന് മുമ്പിൽ, ഏറ്റവും നല്ലവർ നോക്കി മുമ്പോട്ട്. What God has spoken is more important. ആകയാൽ ദൈവം എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. God says today, do not be worried today, do not be worried now. I am in the now with you. ആകയാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖിക്കരുത്. ഇപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ നോക്കണ്ട. ഇന്നത്തെ ദിവസത്തിന്റെ കർത്തൃത്വം എന്റെ കയ്യിലാണ്. Today, when if you decide, the decision is yours. Today, if you decide to dance and rejoice, I'll tell you, tomorrow God will take care of. ഇന്നത്തെ ദിവസം കർത്താവിലുള്ള വിശ്വാസത്താൽ തുള്ളിച്ചാടി ആനന്ദിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, നാളത്തെ ദിവസത്തിന്റെ വിഷയം അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. I have seen one thing in my life, that the devil cannot touch a believer who is always thanking God. എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന്റെ ഒരു തന്ത്രങ്ങളിലും അവൻ തകരത്തില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. Because whatever is happening, he will say, thank you, Jesus. I know all is working for good for me. കാരണം ഇനി എന്തൊരു വലിയ പ്രതിസന്ധി വന്നാലും അങ്ങനെയുള്ള ഒരു ദൈവവേദന എന്തോ പറയും, കർത്താവേ നന്ദി, ഇതിനകത്തൂടെ നിനക്ക് എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ. He will say, thank you, Jesus, that everything that is happening in my life, you are transforming me, confirming me to your image. കർത്താവെ, ആകയാൽ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതിൽ ഓരോന്നും അങ്ങയുടെ രൂപത്തിന് അനുരൂപമായി എന്നെ രൂപപ്പെടുത്തി എടുക്കാനുള്ളത് മാത്രമാണ്. Because you foreknew me before I came to the world. എന്തെന്നാൽ ഞാൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ നീ എന്നെ മുന്നറിഞ്ഞതാണ്. You knew me before I came to my mother's womb. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നീ എന്നെ കണ്ടതാണ്. Even today when I am over here, you know what is today and you know what is tomorrow, and I know that whatever is happening, it is going to be for my good. മാത്രമല്ല കർത്താവെ, ഇന്ന് ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ എന്റെ കാര്യങ്ങളും മുമ്പോട്ട് എനിക്കൊന്നും അറിയില്ല, പക്ഷെ എന്റെ സകല കാര്യങ്ങളും മുന്നമേ കണ്ടുവെച്ച കർത്താവ് എല്ലാം ബെസ്റ്റായിട്ട് ചെയ്തിരിക്കാൻ ഞാൻ പതറുകയില്ല. ആ കർത്താവിലാണ് എന്റെ ആശ്രയം. Today when you are listening to us in this morning, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, it is your choice whether you will rejoice. നിങ്ങൾ സന്തോഷിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. It is your choice whether you will consider what you are going the challenge, or you will consider what God has spoken to you. നിങ്ങളെ ഇപ്പോൾ ഏത് പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധിയിലെ ആ വിഷയത്തെ അതിനെ പരിഗണിക്കണോ, അതിനെ കൂടുതൽ മൈൻഡ് ചെയ്യണോ, അതെന്തുമായിക്കൊള്ളട്ടെ, എന്റെ വചനം മാറത്തില്ല. കർത്താവിലും അവന്റെ വചനത്തിലുമേ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുള്ളൂ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. God has given us the free will. ദൈവം നമുക്ക് ഇതിൽ ഏത് തെരഞ്ഞെടുക്കണോ അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുക. If you are willing, take up the bed and walk. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കിടക്കെടുത്ത് നടക്കാം.
It depends what I consider, and what I consider is influenced by what I hear, what I see, with whom I am sitting. പ്രത്യേകമാണ് നമ്മൾ ഈ ഓരോ കാര്യം പരിഗണിക്കുന്ന രീതി, ഓരോന്ന് കാര്യമാക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാ വരിക? അത് നമ്മൾ ആരുമായിട്ടാണ് നമ്മുടെ കമ്പനി, ആരുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്ന, ആരുമായിട്ടാ കൂട്ടായ്മ, അതിനനുസരിച്ചാണ് ഈ ചിന്താഗതിയൊക്കെ മാറുന്നത്. When the Bible says about Abraham and Sarah, when they walked out in faith, they never even considered what was happening in their life, so that they never thought of turning back and going back to Ur from where they came out. അബ്രഹാമിനെയും സാറായും നമ്മൾ നോക്കുമ്പോൾ അവര് അനവധി പ്രതിസന്ധികൾ അവരുടെ മുമ്പിൽ നടന്നു. അവരുടെ വാഗ്ദത്തങ്ങൾ കയ്യിൽ കിട്ടാൻ താമസിച്ചു. പക്ഷേ അവരുടെ ശരീരത്തെയോ ചുറ്റും നടക്കുന്നതെയോ അവർ പരിഗണിച്ചില്ല എന്നാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പരിഗണിക്കാഞ്ഞത് കൊണ്ട് അവരൊരിക്കലും അവർ വിട്ടുപോകുന്ന ഊരിലേക്ക് മടങ്ങിപ്പോയാലോ എന്നവർ ചിന്തിച്ചില്ല. The more you consider things which is happening on the contrary, our heart gets hardened or less sensitive to God. വീണ്ടും ഓർക്കുക, ഈ ഹൃദയകാഠിന്യം വരുന്നത് നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വിശ്വസിച്ചതിന് പ്രതികൂലമായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടും. The disciples got worried because they thought that the wind is going to destroy them, forgetting that Jesus has said, you are going to the next shore. യേശു കർത്താവ് പറഞ്ഞിട്ടാണ്, അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ശിഷ്യന്മാർ ഈ അപ്പത്തിന്റെ അത്ഭുതം കഴിഞ്ഞ ഉടനെ അക്കരയ്ക്ക് പോകാൻ കർത്താവ് പറഞ്ഞു. അക്കരയ്ക്ക് പോകുമ്പോൾ ആ തിരമാലയും കാറ്റും വന്നു. ഇപ്പോൾ ആ തിരമാലയും കാറ്റും അപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കർത്താവ് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞെങ്കിൽ അക്കരെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് അവർ മറന്നു. They forgot that when they had just 5 loaves and 2 fishes, Jesus said, give, and everyone had enough, and 12 baskets were remaining. Same Jesus has said, we are going to the next shore. 5 അപ്പവും 2 മീനും കൈ കൊടുത്തിട്ട് വാഴ്ത്തി നുറുക്കി കൊടുത്തിട്ട് 10,000 വിളമ്പി കൊടുത്ത് 12 കൊട്ട നിറച്ചെടുത്തിട്ട് കുറച്ച് മണിക്കൂറുകളെ ആയുള്ളൂ. ഉടനെ കർത്താവ് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. അതേ വാക്കല്ലേ, പക്ഷെ ആ വാക്കിൽ, ആ വചനത്തിൽ അവരുടെ ധൈര്യത്തിന് പകരം അപ്പോൾ അടിച്ച കാറ്റായി അവരുടെ വിഷയം. Same, think of yourself, the way God has delivered you, the way God has led you, the miracle that he did yesterday, he is able to keep you and protect you till his purpose is in you. ആകയാൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്, കുഞ്ഞെ, നിന്നെ നടത്തിയ വഴികളൊന്ന് ഓർത്തേ, ഞാൻ നിന്നെ ഇവിടം വരെ കൊണ്ടുവന്ന അത്ഭുതകരമായ സാഹചര്യങ്ങളൊന്ന് ഓർത്തേ. ഇനി ഓരോ കൊടുങ്കാറ്റിൽ നീ പതരരുത്. ഞാനാണ് നിന്നെ കൊണ്ടുവന്നത്, ഞാനാണ് നിന്നെ നടത്തിയത്, ഞാനാണ് അക്കരെ എത്തിക്കുന്നത്. If you are focusing on the sickness which the medical documents has said, you will become more sick. But if you focus to the word which says, by his stripes I am healed, I'll tell you, you will be healed today, now, in Jesus' name. ഒരുപക്ഷെ ഇപ്പോൾ നിനക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ആ കാര്യങ്ങൾ ഇച്ചിരി വഷളാൻ തോന്നുമായിരിക്കും. പക്ഷെ നിന്റെ ശ്രദ്ധ അതേ കേന്ദ്രീകരിച്ചാൽ കുഞ്ഞെ, ആ രോഗശക്തി നിന്നെ കൂടുതൽ കീഴ്പ്പെടുത്തുകയുള്ളൂ. എന്നാൽ ആ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോഴും ദൈവത്തിന്റെ കർത്താവ് തന്റെ വാക്യത്തിൽ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനത്തിൽ നീ കേന്ദ്രീകരിക്കുമ്പോൾ രോഗം നിന്നിൽ നിന്ന് പിടി അയഞ്ഞു മാറുകയും ആ ക്രൂശിലെ അത്ഭുത സൗഖ്യം നിന്റെ മേൽ കയറി വരികയും ചെയ്യും. And that is why the Bible says, meditate on the word day and night, or let your mind be molded into the word. അതുകൊണ്ടാണ് വചനം പറഞ്ഞ രാപ്പകൽ കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുവിൻ, നിന്റെ മനസ്സ് വചനം കൊണ്ട് മോൾഡഡ് ആയി മാറട്ടെ. And because what your heart is filled, your mouth will speak. കാരണം വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായിൽ നിന്ന് പുറപ്പെടുക. If your heart is molded in the word, whatever circumstances come, you will not consider the circumstance, but you will consider the word which the Holy Spirit will remind you, and you will be an overcomer. നിന്റെ ഹൃദയം ഈ വചനം കൊണ്ടും കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ടും നിറഞ്ഞിരുന്നാൽ സാഹചര്യം ഏതും വരട്ടെ, സാഹചര്യങ്ങൾക്ക് മുകളിൽ നീ വിളിച്ചു പറയും, എന്റെ കർത്താവ് ഇപ്രകാരമേ ചെയ്യത്തുള്ളൂ.
Natural, the first response might be fear, first response might be anxiety, but suddenly the Holy Spirit will remind you, He will witness to you, you are a child of God, you are the heir of God, the promises of God is higher than what you are seeing are happening. അതെ, നിശ്ചയമായിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജഡത്തിലുണ്ടാകുന്ന പ്രതികരണം ഭയവും ആശങ്കയുമായിരിക്കും. എന്നാൽ വചനമുള്ളിലുള്ളവർക്ക് സംഭവിക്കുന്നത് ആ ഭയാശങ്കകളെ കീഴ്പ്പെടുത്തിയിട്ടില്ല, എന്റെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല എന്ന ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്ന് നീ ജയത്തിലേക്ക് വരും. The Holy Spirit will witness to your spirit. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തിരുന്നുകൊണ്ട് ആ വചനമെടുത്ത് നിന്റെ ഹൃദയത്തോട് സാക്ഷ്യം പറയാൻ തുടങ്ങും. He will say, you are a child of God. ആ പ്രതിസന്ധിക്കകത്തും അകത്തുള്ള നിന്റെ അകത്തെ വചനം തന്നെ പരിശുദ്ധാത്മാവെടുത്ത് നിന്നെ ഓർപ്പിച്ചിട്ട് പറയും, കർത്താവേ ഞാനാണ് നിന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത്. You are the heir of God and the co-heir with Jesus Christ. നീ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയുമാണെന്ന് കർത്താവ് ഉള്ളിൽ സംസാരിക്കും. The natural law, the natural world has nothing to do with you. You are already translated into the supernatural the moment you are born again in the spirit. ആകയാൽ ഈ പ്രകൃതിയുടെ കീഴിലുള്ള ലോകപ്രകാരമുള്ള നിയമങ്ങളും ലോകപ്രകാരമുള്ള വിഷയങ്ങളും നിന്നെ വാഴുകയില്ല, മറിച്ച് നീ പ്രകൃത്യാതീതമായി, അതെ, നീ വീണ്ടെടുക്കപ്പെട്ടും വീണ്ടും ജനിച്ചവനാകിയാൽ ഇതൊന്നും നിന്നെ വാഴത്തില്ല, മറിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ വഴി നിന്റെ മേൽ ആക്കപ്പെടും. When everything is closed in your spirit, you will know, for me there is a door, a wide door that is open all the time. നിന്റെ മുമ്പാകെ എന്തെല്ലാം വാതിലുകൾ അടഞ്ഞാലും നിനക്കൊരു കാര്യം പിടികിട്ടും, എനിക്ക് വേണ്ടി ഏറ്റവും വലിയൊരു വാതിൽ തുറന്നിരിക്കും. People say no to you, inside it will not be a no. You will say there is a yes for me, because he who has spoken has said yes and amen to all the promise to me. ഈ ലോകം വന്ന എല്ലാത്തിനും ഇല്ല ഇല്ല, എല്ലാം തീർന്നു, വാതിൽ അടഞ്ഞു എന്ന് പറയുമ്പോഴും നിന്റെ അകത്ത് എല്ലാത്തിനും ഉവ്വ് ആമേൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. നിന്റെ അകത്ത് കർത്താവ് വ്യക്തമായ ധാരണ തരും, നിനക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. And that is why the new creation does not walk by sight, walks by faith, does not consider what it sees beyond through the Holy Spirit with the eyes of God. അതുകൊണ്ടാണ് ഒരു പുതിയ സൃഷ്ടി ഒരിക്കലും ലോകത്തിൽ കാണുന്നതിന്മേലല്ല അവന്റെ ശ്രദ്ധ, മറിച്ച് അവൻ ഏത് ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നോ ആ വചനമായിരിക്കും അവന്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്നത്. Might be things are not going as you had expected. ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ച പോലെ ആകണമെന്നില്ല കാര്യങ്ങൾ പോകുന്നത്. But I tell you, whatever is happening in your life today is going to happen for the good. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന പ്രതികൂലമെന്ന് തോന്നുന്ന കാര്യം പോലും ആ ദൈവപൈതലായ നിനക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് മറിഞ്ഞു വരും. If the devil has thought that COVID will destroy the world, the devil is now running for his life, because COVID has blessed us spiritually. ശ്രദ്ധിക്കുക, ഈ കോവിഡിൽ കൂടെ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാം, കൊന്നൊടുക്കാം, ഇവിടെ വലിയ ക്രിയ നടത്തും എന്നായിരിക്കും പിശാച് ധരിച്ചത്. എന്നാൽ അതേ കോവിഡിൽ കുണ്ട കാലത്ത് തന്നെ ദൈവം അനേകരെ വിടുവിച്ചുകൊണ്ട് വലിയ ഉണർവുകൾ അയച്ചുകൊണ്ട് ഇത് കാണുമ്പോൾ പിശാച് ഭയന്ന് ഓടുകയാണ്. Today you will agree with me that all the 3 meetings that are happening today because of COVID has made you stronger in the Lord. എന്നൊന്ന് ഓർത്ത് നോക്കി, ഈ കോവിഡ് ആരംഭിച്ച ശേഷം നമുക്കുണ്ടായിരിക്കുന്ന ഈ ഓൺലൈൻ 3 മീറ്റിംഗ് ഡെയിലി എത്ര മാസങ്ങളായി ഇത് നമ്മെ ഓരോരുത്തരെയും കൂടുതൽ ശക്തിപ്പെടുത്തിയില്ലേ? കോവിഡിന് മുമ്പിലത്തെക്കാൾ എത്രയോ ശക്തന്മാരായി ഓരോ ദൈവമക്കളും മാറി. Just remind yourself, you are more powerful than in March, today in October. നിങ്ങൾ മാർച്ചിലേക്കായി ജാനുവരിയിലേക്കായി ഇന്ന് ഒക്ടോബറിൽ ആത്മീയമായിട്ട് എത്രയും കൂടെ ശക്തരായിരിക്കും. No wonder Joseph said like this to his brothers, what you thought bad for me, God has turned it for the good. അത് ആ ജോസഫ് തന്നെ പൊട്ടക്കണ്ടിട്ടുള്ള സഹോദരന്മാരുടെ ഒരുവിൽ തന്റെ ഉയർച്ചയുടെ കാലത്ത് പറയാണ്, നിങ്ങൾ എനിക്ക് തിന്മയായത് ചെയ്തു, നിങ്ങൾ തിന്മയായത് ചെയ്തു തന്നെ എനിക്ക് നന്മയായി മാറി. I know for me, I have gained Christ more. എന്റെ കാര്യം ഞാൻ പറയാം, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കൂടുതൽ ഞാൻ പ്രാപിച്ചു, നേടി. My prayer has become more and more that Christ will be magnified in my life. ഇന്ന് എന്റെ പ്രാർത്ഥന കൂടുതൽ ക്രിസ്തു എന്നിൽ കൂടുതലായി മഹത്വപ്പെടുവാനായി ഞാൻ പ്രാർത്ഥിക്കുക. I want to tell every one of you,
ഞാൻ ഓരോരുത്തരോടും പറയട്ടെ, you are not born into a natural kingdom. You are born into a supernatural kingdom, and your ways and your means are far above than your thoughts. നിങ്ങൾ ഒരു ഭൗതിക രാജ്യത്തിലേക്കല്ല വീണ്ടും ജനിച്ചിരിക്കുന്നത്, ആത്മീയമായ രാജ്യത്തിലേക്കാണ്. നിങ്ങളുടെ വഴികൾ ഈ ലോകത്തിന്റെ വഴികളെക്കാൾ എത്രയോ ഉന്നതമായിരിക്കുന്നു. And that is why in the book of Romans chapter 4, the word is so important. In word 19, the Bible says, it's not in the Malayalam, in English it says, not being weak in faith, he did not consider, Abraham did not consider his body already dead. He did not consider his dead and the Sarah's womb, the deadness of the Sarah's womb. റോമർ 4:19 നമ്മൾ വായിക്കുമ്പോൾ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ അബ്രഹാം തന്റെ ശരീരം നിർജീവമായി പോയും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ലെന്ന്. എന്നാൽ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ആ ശരീരത്തിന്റെ ബലഹീനത കൺസിഡർ ചെയ്തില്ല, അത് പരിഗണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല എന്ന്. If Abraham would have considered the weakness, he would waver in the promise and unbelief would come in. തന്റെ ശരീരം ഓരോ ദിവസവും കാര്യം വാഗ്ദത്തം ഉണ്ടെങ്കിലും ഇതെങ്ങനെ നടക്കാനാ, ശരീരം പ്രായമാകില്ല, ഇനി ഇങ്ങനെ കുഞ്ഞുണ്ടാകാനെന്ന് അതിനെങ്ങാനും പരിഗണിച്ചിരുന്നെങ്കിൽ, കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ആ വാഗ്ദാനം നിവർത്തിക്കപ്പെടാതെ പോയി. Remember, Jesus rebuked their unbelief and hardness of heart. ഇവിടെ നമ്മൾ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. Because their consideration was Jesus will become king and they will become ministers of the little kingdom of David. ആ ദാവീദിന്റെ ചെറിയ രാജ്യത്തിന്റെ രാജാവായി യേശു വാഴുന്നതും തങ്ങളെല്ലാം അതിന്റെ മന്ത്രിമാരും ഒക്കെ ആകുന്നതായിരുന്നു ഇവരുടെ മനസ്സിലെ കൺസിഡറേഷൻ. They could not understand the larger picture of God. ദൈവത്തിന്റെ അതിലൊക്കെ വിപുലമായ ഒരു പദ്ധതി മുമ്പിൽ വെച്ചിരിക്കുന്ന ഇവർക്ക് മനസ്സിലാക്കാനേ പറ്റിയില്ല. Everyone who is watching me today, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, you are a part of the larger picture of God. ദൈവത്തിന്റെ വളരെ വിശാലമായ ഒരു പദ്ധതി, നിങ്ങൾ ഞാനും ചിന്തിക്കുന്ന ചെറിയ പദ്ധതിയല്ല, അതിൽ വിശാലമായ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ. You and we are thinking of our survival. That is why we are losing sensitive to the Holy Spirit. If you think you are a part of larger picture of God, you are very important for the larger picture of God. I will tell you, your focus will become God, because he is the author, he is the alpha, he is the omega, he began it, he is going to finish it. I am a part in that. ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നെങ്കിൽ, നമ്മുടെ ചെറിയ പദ്ധതി എങ്ങനെങ്കിലും ഇവിടെ നിന്ന് കഴിഞ്ഞുകൂടി പോകാൻ ആത്മീയത മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഇടുങ്ങിപ്പോകും, നമ്മൾ ഹൃദയകാഠിന്യമുള്ളവരായി തീരും. അതിൽ ഓരോ കാര്യങ്ങൾ വിരളുവാനും ഭയപ്പെടാനും നെഗറ്റീവാനും എല്ലാം തുടങ്ങും. എന്നാൽ ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മുഖേനയുള്ള ഈ ലോകത്തിലെ ഒരു വലിയ പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഞാനെന്ന് സ്വയം കണ്ടാൽ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അല്ലാതാവും. വലിയ നിലയിൽ ചിന്തിക്കുന്ന ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമായി ജയാളികളായി മാറാം. Your focus should be above and not beneath. നമ്മളുടെ ശ്രദ്ധ ഉയരത്തിലായിരിക്കണം, കീഴെയാകരുത്. Do not consider. Do not get entangled in the world. Do not consider things of the world. Consider and give importance to what Jesus has spoken. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ പതിയരുത്. ഈ ലോകത്തിൽ വരുന്ന എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതും നീ പരിഗണിക്കരുത്. അതിന് പകരം കർത്താവിന്റെ വചനം, കർത്താവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. Let that survival instinct go from you and look forward for a life of abundance, which is the kingdom life in Christ Jesus. എങ്ങനെ ഒന്ന് കഴിഞ്ഞുകൂടാനുള്ള കിട്ടിയാൽ മതി, ആ രീതിയിലൊന്ന് ജീവിച്ചാൽ മതി, അതിനുവേണ്ടി കർത്താവൊന്ന് സഹായിച്ചാൽ മതി എന്നുള്ള ഒരു ഇടുങ്ങിയ പദ്ധതിയിൽ നിന്ന് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയിൽ എന്നെയും വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ആ വിശാലത എനിക്ക് എല്ലാ മേഖലയിലും കാണണം, അതിലാണ് എന്നെ ആക്കിയിരിക്കുന്നതെന്ന് ചിന്ത മാറ്റി ഒന്ന് മുമ്പോട്ട് പോയാൽ ജീവിതം പാടെ മാറും. Look at the mirror, which is the word of God, which will tell you the true you, who you are. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കുക, അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ
നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ആ നിലയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. The Bible says Abraham did not consider. അവിടെ നമ്മൾ വായിക്കുന്ന അബ്രഹാം അത് പരിഗണിച്ചില്ല. And so verse 20 says, because he did not consider, he did not waver at the promise of God because of unbelief. അവിടെ താൻ ഇത് പരിഗണിക്കാതിരുന്നുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ താൻ ഒരിക്കലും ആടി ഉലയാതെ ബലപ്പെട്ടു. And glorified God, meaning he gave value to what God had said than looking at his own body. തന്റെ ശരീരത്തിലെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും താൻ അതിലൊന്നും പതറാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മാത്രം, സാഹചര്യങ്ങളെ നോക്കാതെ, വാഗ്ദത്തം എന്ന് പറയുന്നു അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് താൻ ബലപ്പെട്ട് മുമ്പോട്ട് പോയി. Oh, I want to tell you, everyone who is watching us today morning, ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ഓർപ്പിക്കട്ടെ. You might think that I have put on the TV and watching this message by accident. No, you are a part of the plan of God. That is why you are listening to the message today morning. ഇന്ന് ഈ TV തുറന്ന് ഞാനും കണ്ടെന്നേ ഉള്ളൂ എന്നായിരിക്കും ഒരു പക്ഷേ ചിലർ ചിന്തിക്കുന്നു. ഒരിക്കലുമല്ല. ഇന്ന് ഞങ്ങൾ ഇവിടെ പറയുന്ന ആ വലിയ പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയുടെ ഭാഗത്തിൽ ഒരാളാണ് നീ. അല്ലെങ്കിൽ ഈ വചനം ഇന്ന് ഈ ടിവിയിലൂടെ കേൾക്കാൻ ഇടവരില്ലായിരുന്നു. You are very precious. You are very valuable. You are very loved by God. നീ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ദൈവത്തിന് ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന വളരെ വാല്യുബിൾ ആണ് നിങ്ങൾ. Today is your day. ഇത് നിങ്ങളുടെ ദിവസമാണ്. Today is the day when you can break that hardened heart and say, Holy Spirit, give me that heart of flesh. Make me like the little child which Jesus said, that I will have faith and trust in Jesus and not on the natural world. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കണ്ടിരിക്കുന്ന വലിയ പദ്ധതി വിശ്വസിക്കാനാകാതെ ആ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ആ അവിശ്വാസത്തെ, ആ ഹൃദയകാഠിന്യത്തെ ഒന്ന് കൊടഞ്ഞു കളഞ്ഞ്, കർത്താവെ ഞാനതിനെ ജയമെടുക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് തല ഉയർത്തിയാൽ ദൈവത്തിന്റെ വലിയ പദ്ധതി നിങ്ങൾക്ക് കാണാം, അതിന്റെ ഭാഗമായി ഇന്ന് മാറാം. And that is why in 2 Timothy, Paul is telling to Timothy, do not look at what is happening now, but look at the faith of your ancestors and stir up that faith in you, and so that you will go forward in a fire of the Holy Spirit. അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പൗലോസ് 2 തിമോഥെയോസിൽ പറയുമ്പോൾ, നിനക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളെ കണ്ട് നീ ഒന്നും പതറരുത്, ആ പീഡനങ്ങളിൽ ഒന്നും കണ്ട് നീ പതറരുത്, മറിച്ച് നിന്റെ അമ്മയിലും വല്യമ്മയിലും വ്യാപരിച്ച വിശ്വാസമുണ്ടല്ലോ, വലിയ പദ്ധതി, ആ പദ്ധതിയിൽ തന്നെ നിന്റെ മനസ്സിനെ ഉറപ്പിക്കുക. നീ ദൈവത്തിന്റെ ശ്രേഷ്ഠ മനുഷ്യനാണ്. Because you have not received the spirit of fear, you have not received the spirit of timidity, you have received the spirit of boldness and love and sound mind, that you can overcome your emotions of today and dance and rejoice and say, I know whom I have believed. കാരണം നീ ഇന്ന് നിനക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെയും എത്ര തന്നത്. ആകയാൽ ആ ആത്മാവിനാൽ ഇന്നിന്റെ കാര്യങ്ങളിൽ, ഇന്ന് ആ കാണുന്ന സാഹചര്യം, ആ പ്രതികൂലത്തെ നോക്കിയുമ്പോ ഭയപ്പെടാതെ ദൈവത്തിന്റെ വലിയ പദ്ധതികളെ കണ്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. Because he has saved you, meaning you were already there in the predestiny in his plan. You are destined in his plan. You are a part of his plan. You cannot be a failure in any way. Everything that is happening is for your good. കാരണം നീ രക്ഷിക്കപ്പെട്ട നിന്റെ പദ്ധതിയല്ല, മറിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പേ നിനക്ക് വേണ്ടിയിട്ട പദ്ധതിയാകിയാൽ ആ പദ്ധതിയിലെ വലിയ പദ്ധതിയിലെ മുഴുവൻ കാര്യങ്ങളും ദൈവം പൂർത്തീകരിക്കാതെ വിടില്ല. ഇനി ഒരിക്കലും ചെറിയ കാര്യങ്ങൾ കണ്ട് നീ പഠിക്കില്ല, നീ ഭയപ്പെടില്ല. കാരണം വലിയൊരു പദ്ധതിയുടെ ഒരു ഭാഗം, അത് നന്മയുടെ മാത്രം പദ്ധതി, ജയത്തിന്റെ മാത്രം പദ്ധതി. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. Now, today is your day. ആകയാൽ ഇന്ന് നിന്റെ ദിവസമാണ്. Break that unbelief, break that disbelief, and say, I am a child of God. I will increase and never decrease. I will be of perfect health. I am a man of God. I am in the plan of God. Arise and shine for Jesus. ആകയാൽ അവിശ്വാസത്തെ കുടഞ്ഞു കളയുക, അല്പവിശ്വാസത്തെ കുടഞ്ഞു കളയുക. ഓ, എന്റെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. നന്മയല്ലാതെ ഒരു തിന്മയും എനിക്ക് സംഭവിക്കത്തില്ല. ഞാൻ താഴ്ച പ്രാപിക്കുകയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് കർത്താവ് എന്ത് പറഞ്ഞു, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ലോകത്തിലെ ഇടുക്കങ്ങളെ, അവിശ്വാസങ്ങളെ, അന്ധവിശ്വാസങ്ങളെ പൊട്ടിച്ചു കളഞ്ഞ് എഴുന്നേറ്റ് പ്രകാശിക്കുക. Today is your choice. You are a man of this hour.
ഇത് ഈ മണിക്കൂറിന്റെ മനുഷ്യനാണ് നീ. നാളെ കണ്ട് പേടിക്കേണ്ട ആളല്ല. ഇന്ന് ആ ദൈവത്തിന്റെ പദ്ധതി ഇന്നിപ്പോൾ വന്നിരിക്കുന്നതിൽ ജയകരമായി നീ പൂർത്തീകരിക്കുകയാണ്. Time is now. The choice is yours. സമയം ഇപ്പോഴാണ്. നിന്റെയാണ് തെരഞ്ഞെടുപ്പ്. You are the man and the woman of this hour. You have to decide whether you will arise. I will tell you, when you arise, devil will run for his life. ഇതാണ് നിന്റെ സമയമാണ്. നീ എഴുന്നേറ്റ് എന്റെ ദൈവത്തിന്റെ പദ്ധതി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുമ്പോൾ പിശാച് പതറി ഓടും. ഞാനാണ് ഈ മണിക്കൂറിന്റെ മനുഷ്യൻ, എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്, ആ പദ്ധതിക്കകത്ത് വിജയമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നീ ചാടി എഴുന്നേൽക്കുമ്പോൾ സാത്താൻ ഓടിപ്പോകും. Why should I break the disbelief? എന്തുകൊണ്ട് ഞാൻ എന്റെ അവിശ്വാസത്തെ പൊട്ടിച്ചു കളയണം? The Bible says Abraham broke that disbelief because he was convinced that he who had promised will fulfill also. അവിടെ അബ്രഹാം തന്റെ ആ വേണമെങ്കിൽ അവിശ്വാസത്തിലേക്ക് പോകാമെന്ന് ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ പരിഗണിക്കാൻ എന്തുകൊണ്ട് തന്നോട് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുമെന്നവൻ പൂർണ്ണമായി ഉറച്ച് മുമ്പോട്ട് പോയി. Oh, I will come back to the words of Paul in 1 Corinthians 15. He said, we have seen Jesus. He was alive, seen by Peter, seen by James, seen by 500, last seen by me. So I will not deceive myself by staying with evil people. I will force myself reading the word of faith, hearing the word of faith, because it is faith that will take me beyond my circumstances. 1 Corinthians 15 പൗലോസ് ശ്ലീഹ പറഞ്ഞ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ പൗലോസ് പറയാണ്, തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് യേശു കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു, 12 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു, 500-ലധികം പ്രത്യക്ഷപ്പെട്ടു, ഒടുവിൽ എനിക്കും പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ആ കർത്താവിലാണ് ഞാൻ എന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്. ആകയാൽ ഇനി യാതൊരു വേണ്ടാത്ത വാക്ക് പറയുന്നവരുമായി ഞാൻ കമ്പനി കൂടില്ല. ദുർഭാഷണത്താൽ എന്റെ സദാചാരം, എന്റെ സ്വഭാവം കെട്ടുപോകും. അങ്ങനെയുള്ളവരുടെമായ വാക്കുകൾ, ആ കമ്പനികൾ ഞാൻ വിട്ട് വിശ്വാസത്തിൽ എന്നെ തന്നെ ഞാൻ പണിയും. വിശ്വാസത്തിൽ ഞാൻ മുൻപോട്ട് പോകും. എന്നെ കുറിച്ചുള്ള വലിയ പദ്ധതിയിൽ ഞാൻ മുൻപോട്ട് പോകും. Today the choice is yours. The time is now. ആകയാൽ നീയാണ് തീരുമാനിക്കേണ്ടത്. സമയം ഇപ്പോൾ. Today I am going to believe, I am going to say, I will trust God than trust anything else. ആകയാൽ ഇന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ, മറ്റൊന്നിലും ആശ്രയിക്കില്ല. I don't want anything in my life where there is no Jesus, because with Jesus all things are possible. യേശുവില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. യേശുവിൽ എനിക്ക് സകലവുമുണ്ട്. Even today, as you are listening to us, I know that cancer is melting away. Every sickness is ready to run away. Choice is yours. You can rebuke it in Jesus' name. Get out. I will be of perfect health. I will live a long life. I will serve Jesus. My children will be blessed. I will increase and never decrease. Choice is yours. The time is now. ആകയാൽ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, ഡോക്ടർ പറഞ്ഞു തരിക്കുന്നതായിട്ടെ, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഉണർന്നെഴുന്നേൽക്കും, ഞാൻ സൗഖ്യമാവും. അത് ക്യാൻസർ ആയിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അതിനെ കുടഞ്ഞ് ഞാൻ എഴുന്നേൽക്കുകയാണ്. എന്റെ ജീവിതത്തിൽ വന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവരെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ് നീ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. Oh, the power of God is flowing. The fire of God is being stirred inside of you. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ദൈവശക്തി നിറഞ്ഞു കവിയുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ ഉള്ളത്തിൽ തീ കത്തുകയാണ്. Every pain and every sickness is running away in the name of Jesus. ഓരോ രോഗങ്ങളും ഓരോ ബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. Break every limitation and shout and say, I can do all things through Christ who strengthens me. എല്ലാ പരിമിതികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൊട്ടുക. കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. Oh, today new ways are opening in Jesus' name. ഇന്ന് പുതിയ വഴികൾ ആ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് യേശുവിന്റെ നാമം. The moment you believe, the supernatural realm gets open for you. നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം
ആ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മേഖല നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. Let your mind be, your intellect be made to off by the speaking of the Spirit. The Bible says when you speak in the Spirit, the mind is becoming unfruitful. ആകയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വചനം പറയുന്നു നിങ്ങളുടെ ബുദ്ധി അബലമാവും. അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ ആ താണ മനസ്സിനെ ഒന്ന് ഓഫാക്കി വെക്കാം. Oh, the Christian, the life in Christ is exciting and adventurous. ആകയാൽ ദൈവപൈതലേ, ക്രിസ്തുവിലുള്ള ജീവിതം വളരെ ആശ്ചര്യജനകവും അപ്പോൾ തന്നെ അഡ്വഞ്ചറസുമാണ്. It is a life of assurance that I am in the perfect plan of God. ഞാൻ ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിലാണെന്നുള്ള ഒരു ഉറപ്പിന്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. Break every limitation. Don't look at your house. Don't look at your circumstances. But lift up your head and look at the future which God has kept for you. എല്ലാ പരിമിതികളെയും നീ കുടഞ്ഞു കളയുക. നിന്റെ വീട് ചെറുതാകാം, നിന്റെ സാഹചര്യങ്ങളിൽ ഇടുക്കമുണ്ടാകാം, അതൊന്നും കണ്ട് പതറാതെ ഈ നിനക്ക് സംഭവിച്ച ചില കാര്യങ്ങളിൽ ഭാരമുണ്ടാകാം. ഇതൊന്നുമല്ല ആത്യന്തികം. അതിനെ ഒന്നും പരിഗണിക്കാതെ അതിനെ മുഴുവൻ കുടഞ്ഞിട്ട് ആ കർത്താവിന്റെ വലിയ പദ്ധതി, തികവുള്ള പദ്ധതി, നന്മ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നീ തല ഉയർത്തി എഴുന്നേറ്റാട്ട്. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Father, I pray we are together praying for everyone who is watching us. പിതാവേ, ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളെ ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Let there be a wonderful release of the spirit of faith. Let them be stirred up. Let them arise. Let everything that is pulling them down, let the chains be broken in Jesus' name. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ക്രിയ ആ ഓരോരുത്തരിലും നടക്കട്ടെ. ഇടുക്കങ്ങളെ മുഴുവൻ പൊട്ടിച്ച് പുറത്തു വരുവാനുള്ള ദൈവശക്തി അവരുടെ ഉള്ളിലുണ്ടല്ലോ, അത് അവരെടുത്തുപയോഗിക്കുവാൻ ഇപ്പോൾ ഇടയാകട്ടെ. Let the bondage which fear has brought upon their life be broken in Jesus' name. എല്ലാ ഭയത്തിന്റെ ബന്ധനങ്ങളെയും എല്ലാ ഉത്കണ്ഠയുടെ ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൊട്ടിച്ചെറിയുകയാണ്. Let there be a release and stirring up of the spirit of faith that is already inside of them. അവരുടെ ഉള്ളിലുള്ള അവിശ്വാസത്തിന്റെ ആത്മാവുകളൊന്ന് കത്തി ഉണരട്ടെ. എന്തെങ്കിലും പ്രതിസന്ധി കണ്ട് അതെന്തെങ്കിലും ആകുമോ എന്നുള്ള ഭയങ്ങൾ പൊട്ടിയിട്ട് വിശ്വാസത്താൽ വരെ എഴുന്നേൽക്കട്ടെ. Help us to lift our head high, and because we are seeing the harvest, we are seeing the good things, we are seeing Jesus seated at the right hand of God just for us. ഞങ്ങളുടെ തല ഉയർത്തിക്കൊണ്ട് കൊയ്ത്തിനായി വയലുകൾ വെളുത്തത് കാണുവാൻ, പ്രതിസന്ധികളെയല്ല കൊയ്ത്തുകളെ കാണുവാൻ, മാത്രമല്ല പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പുത്രൻ ജയാളിയായിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് മുൻപോട്ട് പോവാൻ ഞങ്ങളെ സഹായിക്കണം. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. The time is now. The choice is yours. സമയം ഇപ്പോൾ, തീരുമാനം നിങ്ങളുടേത്. You are the one who will take the choice. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഈ ജയത്തിൽ ജീവിക്കണമോ സാഹചര്യങ്ങളെ നോക്കണം. You can believe and rise up. നിങ്ങൾക്ക് വിശ്വസിച്ച് തല ഉയർത്തി എഴുന്നേക്കാം. You can turn this into another Sunday sermon and go back to where you were. അടുത്തൊരു ഞായറാഴ്ച പ്രസംഗമായിട്ട് ഇതിനെ എടുത്ത് കൊള്ളായിരുന്നു അല്ലെങ്കിൽ അതും പറഞ്ഞ് പോകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തിന്റെ മുകളിൽ എഴുന്നേറ്റുകൊണ്ട് ജയാളിയാകാൻ. You can say like Paul, one thing I do, I will forget the behind and press forward to the upward call that God has called me. പൗലോസിനെ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ തീരുമാനിക്കാം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിള ബിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറയാം. One thing I will do. ഒന്ന് ഞാൻ ചെയ്യുന്നു. I will do. ഞാൻ ചെയ്യും. Choice is yours. The time is now. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സമയം ഇന്നാണ്, ഇപ്പോഴാണ് തീരുമാനിക്കേണ്ടത്. The Holy Spirit has delivered the word for you. നിങ്ങൾക്ക് വേണ്ടിയുള്ള വചനം ഇതാ പരിശുദ്ധാത്മാവ് നൽകി കഴിഞ്ഞു. You can take the word, arise, take up your bed and run.
or you can sit there and keep on complaining about your circumstance. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് കേട്ട് അതെ ആ മുടന്തൻ ചാടി എഴുന്നേറ്റ പോലെ എഴുന്നേറ്റ് തുള്ളി ചാടി മുമ്പോട്ട് പോകാം. അതല്ലെങ്കിൽ സാഹചര്യങ്ങളെ നോക്കി അവിടെ കിടക്കാം. You can be there crying out, "Go, son of David, have mercy on me," or you can rise up, run to Jesus and live. ഓ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്ന അവന് വീണ്ടും നിലവിളി തുടർന്നുകൊണ്ടേയിരിക്കാം. അതല്ലെങ്കിൽ ആ വചനം ഏറ്റെടുത്ത് ഞാൻ ചാടി എഴുന്നേറ്റ് കരച്ചിൽ നിർത്തി മുൻപോട്ട് പോകാം. People said, "Keep quiet." ജനങ്ങൾ പറഞ്ഞേക്കും, വേണ്ട, നീ ഇങ്ങനെ ആ യേശുവിനെ വിളിക്കണ്ട. He decided, "No, I will go to him." ഇല്ല, അവൻ തീരുമാനിച്ചു, ഞാൻ പോകും, ഏത് സാഹചര്യത്തിലും യേശുവിന്റെ അടുക്കൽ പോകും. The Bible talks about persistent people who never gave up, went with Jesus and became champions in their life. ഒരു സാഹചര്യത്തിലും വിട്ടുകൊടുക്കാതെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും, ഒന്നും സാഹചര്യങ്ങളെ നോക്കത്തില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി ജയം പ്രാപിച്ചവരുടെ ചരിത്രമാണ് ഈ പുസ്തകം. Ordinary men who became extraordinary, who knew whom they were serving. താൻ സേവിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ വെറും സാധാരണക്കാരായ മനുഷ്യർ, അസാധാരണരായ മനുഷ്യരായ ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ഈ തിരുവചനം. Jesus is in you. യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്. Today is your time. ഇതാണ് നിങ്ങളുടെ സമയം. അതിനുള്ള സമയം ഇപ്പോഴാണ്. Let that unbelief be broken and let faith arise for the impossible. എല്ലാ അവിശ്വാസങ്ങളും പൊട്ടിപ്പോകട്ടെ, ഉള്ളിൽ വിശ്വാസം കുതിച്ചുയരട്ടെ. We are praying and we will see a bigger things in these days to come. ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഉന്നതമായ വിശാലമായ ദൈവത്തിന്റെ പദ്ധതി